കോൺഗ്രസ് പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവർക്കെതിരെ പ്രത്യേക അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടത്തിയ വോട്ടുകൊള്ള പ്രചാരണത്തിനെതിരെയാണ് ഹർജി. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, ആരാണ് ഹർജി നൽകിയത്? ഹർജി എപ്പോൾ പരിഗണിക്കും? സുപ്രീം കോടതി അത് ഫയലിൽ സ്വീകരിച്ചാൽ അത് വലിയ വാർത്തയാണ്, ഇല്ലെങ്കിലും വാർത്തയാണ്. അജീഷ്. ഹാഷ്മി, അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് സതീഷ് കുമാർ അഗർവാളാണ് ഇങ്ങനെ ഒരു പൊതു താൽപര്യ ഹർജി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണം. ഒപ്പം തന്നെ ഇരുവർക്കുമെതിരെയും ഈ വോട്ട് ചോരി ആരോപണം, ഈ പ്രചരണത്തിനെതിരെയും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിക്കണം എന്നാണ് ഈ പൊതുതാൽപര്യ ഹർജിയിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനത്തെയും ഭരണഘടനാ സ്ഥാപനത്തെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് ഈ പൊതുതാൽപര്യ ഹർജിയിൽ പ്രധാനമായും ആരോപിക്കുന്നത്. നിലവിൽ സുപ്രീം കോടതി ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടില്ല. എന്തായാലും ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആദ്യമായിട്ടാണ് ഒരു പൊതുതാൽപര്യ ഹർജി സുപ്രീം കോടതിയിൽ എത്തുന്നത്. എന്തായാലും സമാനമായിട്ടുള്ള ഒരു കേസ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അത് ബീഹാർ SIR-മായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരു കേസ് നിലവിലുള്ളപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും അതിനെതിരെ പ്രചാരണം നടത്തുന്നത് അതിൻ്റെ ലംഘനമാണ്, ഭരണഘടനാ ലംഘനമാണെന്നാണ് ഈ ഹർജിയിൽ ഇയാൾ ആരോപിക്കുന്നത്. എന്തായാലും ഈ ആവശ്യം ഇയാളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ രജിസ്ട്രേഷൻ തന്നെ റദ്ദാക്കണമെന്നാണ്. എന്തായാലും കോടതി ഇതുവരെയ്ക്കും ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടില്ല. ഹാഷ്മി. അജീഷ്, വോട്ട് ചോരി ഒരു ആരോപണം സത്യം പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് അങ്ങനെ സീരിയസ് ആയി വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ രാഹുൽ ഗാന്ധി അന്ന് നടത്തി ഈ പറയുന്ന 6 മാസം എടുത്ത് 7 അടി പൊക്കത്തിലുള്ള പേപ്പർ കഷ്ണങ്ങൾ ക്രോഡീകരിച്ച് ശേഖരിച്ച വിവരങ്ങളുമായി നടത്തിയ വാർത്താ സമ്മേളനം, അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, പിന്നീട് വന്ന എമ്പാടുമുള്ള ഈ പറഞ്ഞ ഇരട്ട വോട്ട്, കള്ളവോട്ട്, തൃശ്ശൂർ അടക്കം വ്യാജ വോട്ട് ചേർച്ച, ഇപ്പോൾ കുറച്ചു മുമ്പ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് ജയിക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും അത്തരത്തിൽ വോട്ട് ചേർക്കും എന്ന് തുറന്നു പറച്ചിലുകൾ, അതൊക്കെ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്താനുള്ള ഒരു നിമിത്തമായി ഈ ഹർജി മാറാൻ ഇടയുണ്ടോ അജീഷ്? ലക്ഷ്മി, എന്തായാലും ഈ വിഷയത്തിൽ വോട്ട് ചോരി വിഷയത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഹർജി എത്തുന്നത്. പക്ഷേ SIR-മായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഇന്ന് വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യും. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ഹർജി സുപ്രീം കോടതിയുടെ മുന്നിൽ എത്തുന്നത്. എന്തായാലും ഈ പൊതുതാൽപര്യ ഹർജിയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഈ വോട്ട് ചോരി, ഈ പ്രചാരണം നടത്തുന്നത് ഇത് വലിയ രീതിയിലുള്ള ലംഘനമാണ്, അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനത്തിനെതിരെയുള്ള ആക്ഷേപമാണ് എന്നാണ് അയാൾ പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നേതാക്കൾ പ്രസ്താവന നടത്തുന്നത് തടയണമെന്നും ഇയാൾ ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഒന്നും ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിനെതിരെ ഇതുവരെയ്ക്കും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ പ്രചാരണവുമായി ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിനെതിരെ ഒരു ഹർജി സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത്. എന്തായാലും കോടതി ഇത് ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വലിയ വാർത്തയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ അത്തരത്തിൽ പല ആക്ഷേപങ്ങളും BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് ഇതുവരെയ്ക്കും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. എന്തായാലും അഖില ഭാരതീയ ഹിന്ദു സഭയുടെ മുൻ ദേശീയ വൈസ് പ്രസിഡന്റാണ് ഇത്തരത്തിലൊരു പൊതുതാൽപര്യ ഹർജി നൽകിയിരിക്കുന്നത്. അയാൾക്ക് ഇപ്പോൾ ഭാരവാഹിത്വമുണ്ടോ എന്ന് വ്യക്തമല്ല. സതീഷ് കുമാർ എന്നാണ് അയാളുടെ പേര്. എന്തായാലും സുപ്രീം കോടതി ഈ കേസ് അല്ലെങ്കിൽ ഈ ഹർജി ഇതുവരെയ്ക്കും ഫയലിൽ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണമെന്നും അറിയാൻ എല്ലാവർക്കും ഏറെ താല്പര്യമുണ്ട്. കൗതുകമുണ്ടാകുന്ന ഒന്നാണ് ഈ പറയുന്നത്. അത് ഫയലിൽ സ്വീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് വലിയ വാർത്തയാകും. അതല്ല ഈ പറയുന്ന രീതിയിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് തള്ളുക, അല്ലെങ്കിൽ ഈ പറയുന്ന പിഴത്തുക അടക്കണം എന്ന നിർദ്ദേശത്തോടുകൂടി അത് തള്ളിക്കളയുക എന്നൊക്കെ പറഞ്ഞാലും അത് വാർത്തയാണ്. നോക്കാം, വെയിറ്റ് ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.